അതൊരു തോന്നലല്ലേ? അത്ര വലിയ തെറ്റൊന്നും ജീവൻ ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയല്ല, ഒരു കൺട്രോൾ വേണമെന്ന് തോന്നുന്നു. ചിരിക്കണ്ട, എനിക്ക് സാധിക്കും. എന്റെ ആശംസകൾ. ഏതായാലും ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം. ഞാൻ ഇതൊക്കെ നിർത്താൻ പോവുക. ഓ, അങ്ങനെയും കൂടി. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ, കുഴപ്പമില്ലാത്ത സാധനമാണെന്ന്. വേണ്ട. എന്റെ ജീവൻ, എന്റെ ഡ്രസ് എല്ലാം നനഞ്ഞല്ലോ. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറ്റിയിട്ട് പെട്ടെന്ന് വരാം. പ്രണാമം. പ്രണാമം. നമസ്കാരം സ്വാമി. എന്താ ജീവൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മുഖത്ത് ഒരു വല്ലായ്മ പോലെ. വരും. നിരാശ വേണ്ട. ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ശ്രമം ഒറ്റ ദിവസം കൊണ്ട് വിജയിപ്പിക്കാമെന്ന് കരുതുന്നതാണ് കുഴപ്പം. സ്ത്രീയുടെ മുന്നിൽ പുരുഷന്റെ നിയന്ത്രണങ്ങൾ തകർന്നു വീഴുന്നതിന്റെ പിന്നിൽ കളിക്കുന്നത് പ്രകൃതിയാണ്. നമ്മൾ തെറ്റ് ചെയ്യുന്നതിന് പ്രകൃതിയെ കുറ്റപ്പെടുത്തണോ? കുറ്റപ്പെടുത്തലല്ല, പ്രകൃതിയുടെ ശക്തമായ പ്രേരണകളെ തടഞ്ഞു നിർത്തത്തക്കവണ്ണം നിയന്ത്രണ ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ കഠിനമായി ശ്രമിച്ചെങ്കിലേ പറ്റൂ. ഇടയ്ക്കൊന്ന് കാലിടറുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ആ ഇടർച്ച ഭയങ്കര കുറ്റബോധം ഉണ്ടാക്കുന്നു. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ് അത് നടപ്പിലാക്കാൻ കഴിയാത്തതിലുള്ള ആത്മനിന്ദ. നിന്നെ എനിക്ക് വളരെ ഇഷ്ടമായി. ഈ ആത്മനിന്ദയും കുറ്റബോധവും നിന്നെ ആത്യന്തികമായി വിജയത്തിൽ എത്തിക്കും. സ്ത്രീകളുടെ സമീപത്തിൽ നിന്ന് ഞാൻ മാറി നിന്നാലോ? ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടി നിയന്ത്രണ ശക്തി നേടിയെടുത്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവരുടെ സാമീപ്യം ഉള്ളപ്പോൾ തന്നെ ഒരു നിയന്ത്രണം നേടാൻ കഴിയണം. ചിന്തകൾ നേർവഴിക്ക് വരുന്നത് നിയന്ത്രണത്തിന്റെ ആദ്യപടിയാണ്. ലൗകിക സുഖങ്ങളുടെ അർത്ഥവും അർത്ഥമില്ലായ്മയും വേണ്ട വിധം മനസ്സിലാക്കുമ്പോൾ ചിന്തകൾ താനെ നേർവഴിക്കാകും. ജീവൻ ദിവസവും കുറച്ചു നേരം ധ്യാനം, മെഡിറ്റേഷൻ പരിശീലിക്കുക. ലതിക, നീ എന്താ ഇവിടെ? ഞാനിപ്പോ ഇവിടെ അടുത്തൊരു വീട്ടിലാ നിക്കുന്നേ. നീ എന്റെ കൂടെ വരുന്നോ? എവിടേക്ക്? എവിടേക്കാന്ന് വിചാരിച്ചേ? എവിടേക്ക് വേണമെങ്കിലും വരാം. ഒരിടത്തേക്കും വേണ്ട, ഞാനിപ്പോ പോവാ. നമുക്ക് പിന്നീട് കാണാം. നമുക്കിനി നല്ലവരെ ജീവിക്കാം, അല്ലേ? നിനക്ക് നന്മ വരും.
ഇതെന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? കുട്ടി ഈ നാട്ടുകാരിയാണോ? എന്നെ സംശയിക്കൊന്നും വേണ്ട. ഞാൻ മൂവാറ്റുപുഴ ദേവമാതാ കോളേജിൽ പഠിക്കുന്നു. ഇങ്ങോട്ടൊരു ടൂർ വന്നതാണ്. കുട്ടി ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ബികോം ഫസ്റ്റ് ഇയർ. എന്താ വായിച്ചോണ്ടിരിക്കുന്നേ? ഓ, ഒന്നുമില്ല. ഒരു ലവ് ലെറ്റർ അല്ലേ? ഇത് ലവ് ലെറ്റർ എഴുതുകയും വാങ്ങുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട പ്രായമല്ലേ? കുട്ടി വളരെ സുന്ദരിയാണ്. ആര് കണ്ടാലും ഇഷ്ടപ്പെടും. എന്താ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ? ഇല്ല. മറ്റൊന്നും വിചാരിക്കണ്ട. എന്നെ ഭയപ്പെടണ്ട. നിങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ടോ? അതെന്താ അങ്ങനെ പറയുന്നത്? ഇത് പൊതുസ്ഥലല്ലേ. പോകണം എന്നൊക്കെ പറഞ്ഞാ ശല്യം ചെയ്യാതെ പോണം മിസ്റ്റർ. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ആളല്ല. ഞാൻ എന്ത് വിചാരിച്ചെന്നായി പറയുന്നേ? എനിക്ക് കുട്ടിയെ പോലുള്ളവരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത്രയും സംസാരിച്ചേ ഉള്ളൂ. ഇതൊരു ലവ് ലെറ്റർ ആണോ അല്ലയോ ഞാൻ നോക്കട്ടെ. ഈ രതീഷിനെ നിനക്കറിയില്ല. നീ അത്ര ശീലാവതി ചമയണ്ടടി. എന്നെ തൊട്ട കളി മാറും. സ്നേഹിതന്റെ വേർപാട് മനസ്സിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു അല്ലേ? വേണ്ടാത്തത് പലതും അവൻ ചെയ്തിരുന്നെങ്കിലും എനിക്കവനെ ഇഷ്ടമായിരുന്നു. വളരെ ദാരുണമായിട്ടാണ് അവൻ കൊല്ലപ്പെട്ടത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചില അറിവില്ലായ്മകൾ അവനുണ്ടായിരുന്നു. പെൺകുട്ടികളെല്ലാം ഒരേ തരക്കാരാണെന്ന് അവൻ വിചാരിച്ചു. അന്തസ്സും അഭിമാനവും ഉള്ളവരോട് അടുത്തപ്പോ ശക്തമായ തിരിച്ചടി വന്നു. എന്നാലും ഇത്ര ക്രൂരമായി. ഒരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സുഖത്തിന്റെ മറുവശമാണ് ദുഃഖം. അമിതമായ സുഖഭോഗങ്ങളിൽ മുഴുകിയാൽ അതേ അളവിലായിരിക്കും ദുഃഖത്തിന്റെ വരവും. അതും പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്.